സെമി കടക്കാതെ സൗത്ത് ആഫ്രിക്ക. നമ്മളിത് എവിടെയൊക്കെ പ്രതീക്ഷയാണ് ചോക്കേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട്. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്രയും നിലവാരമുള്ള ഒരു ക്രിക്കറ്റ് കളിച്ചിട്ട് പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചു സൗത്ത് ആഫ്രിക്ക. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. എന്തു പറയാൻ, ആരോട് പറയാൻ? കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിച്ചിട്ട് സെമി ഫൈനൽ ഇങ്ങനെ എന്നാ ന്യൂസിലാൻഡ് എടുത്തോ പോയി ഫൈനൽ കളിക്കടാന്ന് പറഞ്ഞ് കൊടുത്ത പോലെയായി. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം. നമുക്കറിയാം ഈഡൻ ഗാർഡൻസിൽ ടോസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയ്ക്ക് 169 റൺസിൻ്റെ ഭാഗ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കം മുതലേ തുടർച്ചയായിട്ടുള്ള വിക്കറ്റ് നഷ്ടം. അവസാനം മാക്രോ യാൻസൺ ഇറങ്ങിയിട്ടാണ് കുറച്ച് റണ്ണ് കയറ്റിയത്. ഇല്ലെങ്കിൽ 130 റണ്ണിനെ അവർ ഓൾ ഔട്ട് ആയേനെ. ഞാൻ വിചാരിച്ചു സൗത്ത് ആഫ്രിക്കയുടെ അവൈലബിൾ ബോളിംഗ് അറ്റാക്ക് വെച്ചിട്ട് അവർ ന്യൂസിലാൻഡിനെ എങ്ങനെയെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്യും. TV വെച്ചിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് 7 ഓവറിൽ 98 റണ്ണ്, 0 വിക്കറ്റ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി സൗത്ത് ആഫ്രിക്കയുടെ എന്ന്. എന്നിട്ട് കുറച്ചു നേരം കൂടി കളി കണ്ടു. അപ്പോഴാണ് മറ്റൊരു രസം. T20 വേൾഡ് കപ്പിലെ റെക്കോർഡ് സെഞ്ചുറി ബൈ ഫിൻ അലൻ. സൗത്ത് ആഫ്രിക്കയ്ക്ക് തോൽവി മാത്രമല്ല, ഇങ്ങനെ ഒരു ദുരന്ത ഭാരം കൂടി ചുമക്കേണ്ട അവസ്ഥയായി. അതായത് ടോപ്പ് ക്ലാസ് ബോളിംഗ് അറ്റാക്ക് വെച്ചിട്ട് ബോൾ ചെയ്ത ടീം എല്ലാം കൊണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലോട്ട്. എടുത്തു പറയാൻ ഒരുപാട് പെർഫോമൻസുകൾ സൗത്ത് ആഫ്രിക്കൻ സൈഡിൽ നിന്നില്ല. പക്ഷേ ത്രൂ ഔട്ട് ഈ T20 സീസണിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇൻക്ലൂഡിങ് ദ മാച്ച് അഗെയിൻസ്റ്റ് ഇന്ത്യയെ തോപ്പിച്ച ടീമാണല്ലോ. ഫൈനലിൽ വരുന്ന ടീമിന് സൗത്ത് ആഫ്രിക്കന് ടെൻഷനില്ല. നാളെ രണ്ടാമത്തെ സെമി ഫൈനലാണ്, ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. ആര് ജയിക്കും? എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ്? അതേപോലെ സൗത്ത് ആഫ്രിക്കനെ കുറിച്ച് 2 വാക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പാവല്ലേ, പാവം തോന്നുന്നവർ. അതേപോലെ ഒരു സെമി ഫൈനൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് 2015 ഓസ്ട്രേലിയയിലെ ഏത് ഗ്രൗണ്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല.